പരിശോധിച്ചാൽ മനസ്സിലാവുന്നല്ലേ, വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകമായി ഈ പ്രക്രിയക്കിടയിൽ ഒരു ഘട്ടത്തിലും നീക്കം ചെയ്തായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ മെയ് മാസത്തിൽ തുടങ്ങിയിട്ടുണ്ട്, ജൂൺ 6-ാം മാസം തുടങ്ങിയിട്ടുണ്ട് വോട്ടർ പട്ടികയുടെ കൂട്ടിച്ചേർക്കലുകളും അതുപോലെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 6-ാം മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 3 ഘട്ടങ്ങളിലായി നടന്ന ആ പ്രക്രിയയിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വോട്ട് CPM-കാരോ മറ്റൊരു വ്യക്തിയോ തള്ളാൻ അപേക്ഷ കൊടുക്കുകയോ സ്വമേധയാ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി തള്ളുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ഗൂഢാലോചന? ഭയക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് CPM തന്നെ നടത്തിയൊരു ഇടപെടൽ എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഇടപെടൽ എന്നതിനൊരു രേഖയുണ്ടാവല്ലോ. ഒന്നുകിൽ രഹസ്യമായോ പരസ്യമായോ വോട്ട് തള്ളി എന്നതിന് രേഖയുണ്ടാകുമല്ലോ. അത് ജനങ്ങൾ മുമ്പാകെ കാണിക്കട്ടെ. വോട്ട് ഒന്നുകിൽ പരസ്യമായി പരാതി കൊടുത്ത് തള്ളണം, അല്ലെങ്കിൽ രഹസ്യമായി തള്ളണം. ഈ 2 പ്രക്രിയയും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നടന്നില്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്ത് ഗൂഢാലോചന? കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ ഒരു വീഴ്ചയാണോ? കാരണം അവരുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് അത് പാർട്ടികളാണ്. അവരുടെ അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? എന്താണ്? തീർച്ചയായിട്ടും വീഴ്ച എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ അവഹേളിക്കലാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. വോട്ടില്ല എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും പ്രാദേശിക പ്രവർത്തകർക്കും കൃത്യമായിട്ട് അറിയാമല്ലോ. വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക്, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് ഓരോ ഘട്ടത്തിലും വോട്ടർ പട്ടിക കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബൂത്ത് തല കമ്മിറ്റി പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകർ വോട്ട് ചേർത്തിട്ടുണ്ട് ആ വാർഡിൽ. പല വാർഡുകളിലും വോട്ട് അവർ ആക്ഷേപം കൊടുത്ത് തള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വോട്ട് ചേർക്കുകയും ആക്ഷേപം കൊടുക്കാനുള്ള അവസരം കിട്ടിയ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകർക്കറിയാം ആർക്കൊക്കെ വോട്ടുണ്ട്, ആർക്കൊക്കെ വോട്ടില്ല. അപ്പോൾ ആ പ്രക്രിയയിൽ പങ്കെടുക്കുകയും നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ പല ഘട്ടങ്ങളിലും വോട്ടർ പട്ടികയെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നോ ഇദ്ദേഹത്തിന് വോട്ടില്ല, ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞത് ഇന്നലെ രാത്രി വരെ നമ്മൾ കേട്ടിട്ടില്ല. പിന്നെന്ത് ഗൂഢാലോചന? ഇതിപ്പോൾ കളക്ടർക്ക് പരാതി കൊടുത്തു, ഹൈക്കോടതി പോകുമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ ചർച്ചയായി ഈ വിഷയം മാറി വരുന്നുണ്ട്. ആ ചർച്ചയായി വരുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? കോൺഗ്രസ് പറയുന്നതൊന്നും അവർക്കൊന്നും ഗുണം ചെയ്യുന്നില്ല എന്നുള്ളത്, എങ്ങോട്ടാണ് കോൺഗ്രസ് പോകുന്നത് എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പ് എല്ലാം വ്യക്തമാക്കിയില്ലേ. ഇപ്പോൾ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ വിരളി പിടിച്ച് കോൺഗ്രസ് ഓടുകയാണ്. അപ്പോൾ ആ വിരളി പിടിച്ചോടുന്നതിൻ്റെ ഫലമായി എന്തെല്ലാം വിളിച്ചു പറഞ്ഞു? കുറച്ചു മുമ്പേ അവർ ജയിച്ചു വരുന്ന ഒരു വാർഡിൻ്റെ ഡീലിമിറ്റേഷനായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് അനുകൂലമായി രാഷ്ട്രീയമായി CPM വാർഡ് പുനഃക്രമീകരിച്ചു എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം എന്തേ ആ വാർഡിൽ, കോൺഗ്രസ് ജയിച്ചു വന്ന വാർഡിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പിന്മാറിയത് എന്ന് വ്യക്തമാക്കണം. കോഴിക്കോട്ടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ കോൺഗ്രസ് പറഞ്ഞിടത്ത് നിൽക്കുന്നില്ല. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം ഇദ്ദേഹത്തെ പടുകുഴിയിലേക്ക് നയിച്ചു, വളരെ അവഹേളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ അദ്ദേഹം കോൺഗ്രസിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടതാണ്. കോഴിക്കോട്ട് BM വിനുവിന് മാത്രമല്ല, മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദുവിനും വോട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല. വോട്ടർ പട്ടിക പരിശോധിക്കാൻ ഓരോ പാർട്ടിക്കും അവസരം കൊടുത്തിട്ട് അത് എല്ലാ പാർട്ടിയും ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വോട്ടർമാരെ ചേർക്കണം, സാധാരണ മനുഷ്യന്മാരെ വോട്ട് ചേർക്കണം. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമായി നിർവഹിക്കേണ്ടതാണ്. അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവഹേളിക്കാനുള്ള കോൺഗ്രസിനെ ഗൂഢാലോചന എന്ന് തന്നെയാണ് പറയുന്നത് എന്നാണ് കോൺഗ്രസ്സിലൊരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇത്രയേറെ വിവാദത്തിലേക്ക് സൃഷ്ടിക്കേണ്ട ഒരു കലാകാരനായിരുന്നില്ല. കലാകാരന്മാർക്ക് പക്ഷമുണ്ടാകാം, നിലപാടുകളുണ്ടാകാം, നല്ലതാണ്. പക്ഷേ വോട്ട് പോലും അദ്ദേഹത്തിൻ്റെ കുറ്റമേ അല്ല. അദ്ദേഹത്തെപ്പോലുള്ള ഒരു കലാകാരൻ തൻ്റെ വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അത് പ്രാദേശികമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് ഉറപ്പുവരുത്തേണ്ടിയിരുന്നത്, പരിശോധിക്കേണ്ടിയിരുന്നത്. അതൊന്നും ചെയ്യാതെ CPM രാഷ്ട്രീയമായി എന്തോ ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ അതിനൊരു രേഖയുണ്ടാകുമല്ലോ. രഹസ്യമായോ പരസ്യമായോ അദ്ദേഹത്തിൻ്റെ വോട്ട് തള്ളൽ നടന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രക്രിയ നടന്നിട്ടില്ല. ഈ
എല്ലാ സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്തും പരിശോധിച്ചാൽ കാണാൻ കഴിയും. പ്രത്യേകമായി ഇദ്ദേഹത്തിൻ്റെ വോട്ട് തള്ളിയതായി എവിടെയും കാണുന്നില്ല. കല്ലായിൽ VM വിനുവിന്റെ സ്ഥാനത്ത് നിന്ന് ഭയക്കുന്നുണ്ടെന്നുള്ള ആരോപണമുണ്ട്. അങ്ങനെ ഭയം വല്ലതും ഉണ്ടോ? അതിനൊരു ക്രിസ്പായിട്ടൊരു സ്ഥാനാർത്ഥികളെ ഭയക്കുകയല്ലല്ലോ. ഓരോ സ്ഥാനാർത്ഥിക്കും മറ്റൊരു സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായി തോൽപ്പിക്കുക എന്നുള്ളത് ഭയത്തിൻ്റെ ഭാഗമല്ലല്ലോ, രാഷ്ട്രീയ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സിന് കോഴിക്കോട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള 76 വാർഡിലും ഭയത്തിൻ്റെ ഭാഗമായിട്ടല്ല, രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി എല്ലാ സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെയും ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്.